നമസ്കാരം. ആരോ വിഷനിലേക്ക് സ്വാഗതം. ഒരു പരമസ്വതന്ത്ര രാജ്യത്ത് കടന്നു കയറി അവിടുത്തെ പ്രസിഡന്റിന്റെ ഭാര്യയെയും അർദ്ധരാത്രി തട്ടിക്കൊണ്ടുവന്നു, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. ഇത് ഒരു ഹീനമായ പ്രവൃത്തിയായിട്ടാണ് ലോകം തന്നെ വിലയിരുത്തുന്നത്. ഒരിക്കലും ട്രംപ് കാണിക്കാൻ പാടില്ലാത്തതായിരുന്നു. ട്രംപ് എന്നല്ല, ലോകത്തിലെ ഒരു രാജ്യവും ഇതൊരു പുതിയ കീഴ്വഴക്കത്തിന് വഴി ഒരുക്കുമോ എന്നാണ് ഇപ്പോൾ വിദഗ്ധർ ചിന്തിക്കുന്നത്. കാരണം അങ്ങനെ വന്നാൽ ഇപ്പോൾ നമുക്ക് പാകിസ്ഥാൻ്റെ പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ സൈനിക മേധാവിയോ ഇന്ത്യ പോയി തട്ടിക്കൊണ്ടുവന്നാൽ, അതുപോലെ ചൈന, റഷ്യ അതുപോലെ ചെയ്താൽ അങ്ങനെ ആർക്ക് വേണമെങ്കിലും ചെയ്യാമല്ലോ. കാരണം ചൂണ്ടിക്കാണിക്കാൻ അമേരിക്കയുണ്ട്, അമേരിക്ക ഇങ്ങനെ ചെയ്തല്ലോ എന്ന ഒരു ചെയ്തി വരും. അങ്ങനെ ഇതൊരു പുതിയ കീഴ്വഴക്കത്തിന് തുടക്കം കുറിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ലോകം ഭയക്കുന്നത്. മാത്രമല്ല, ഒരു രാജ്യത്തിന് അതിൻ്റെ സ്വാതന്ത്ര്യവും അതുപോലെ അവിടുത്തെ സമാധാനവും ഒക്കെ നടത്തിക്കൊണ്ടു പോകാനും അംഗീകരിക്കാനും അതിനെ നിലനിർത്തിക്കൊണ്ടു പോകാനും ആ രാജ്യത്തിന് തന്നെ കഴിവുള്ളത്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് മേൽ ചോദ്യം ചെയ്തുകൊണ്ട് അവിടെ കടന്നു കയറാൻ മറ്റൊരു രാജ്യത്തിനും അവകാശമില്ല. അത് രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനവുമാണ്. അപ്പോൾ കൃത്യമായി രാജ്യാന്തര നിയമ ലംഘനം നഗ്നമായി നടപ്പിലാക്കിക്കൊണ്ടാണ് ഈ ട്രംപ് ഈ അർദ്ധരാത്രി ഈ പണി ഒപ്പിച്ചത്. ഒന്നുമല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെയാണ് ഇദ്ദേഹം അറസ്റ്റ് ചെയ്തിരിക്കുന്നതിന് പറയുന്ന കാരണം 2020 രജിസ്റ്റർ ചെയ്ത ഒരു ലഹരി കടത്ത് കേസിലാണ് മഡുറോ ഇനി വിചാരണ നേരിടേണ്ടത്. അപ്പോൾ ആ കേസിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ട്രംപ് പറയുന്നത് അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ കൊക്കൈനും അതുപോലുള്ള മയക്കുമരുന്നുകൾ അമേരിക്കയിലേക്ക് വരുന്നു. അങ്ങനെ മയക്കുമരുന്ന് യുദ്ധം അമേരിക്കയ്ക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളെ പൗരന്മാരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മഡുറോ എന്നാണ് ട്രംപ് പറയുന്നത്. ഇതിനിടയിൽ അമേരിക്കൻ സൈന്യം പിടികൂടിയ നമ്മളെ നിക്കോളാസ് മഡുറോയെ ഇന്നലെ ന്യൂയോർക്കിലെ ജയിലിൽ അടച്ചു. ഇന്ന് മാൻഹാട്ടൻ ഫെഡറൽ കോടതിയിൽ ഹാജരാക്കും. അവിടെയാണ് ബാക്കി വിചാരണകൾ നേരിടേണ്ടത്. അതുപോലെ വെനസ്വേലയുടെ എണ്ണ വ്യാപാരം ഇനി അമേരിക്കൻ എണ്ണ കമ്പനികൾ ഏറ്റെടുക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനിടെ മഡുറോയാണ് ഏക പ്രസിഡന്റ് എന്ന വെനസ്വേലയിൽ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റ ഡെൽസി റോഡ്രിഗോ പ്രഖ്യാപിച്ചു. സാമ്രാജ്യത്വ എണ്ണ കവർച്ചയുടെ ഭാഗമായാണ് മഡുറോയെ തട്ടിക്കൊണ്ടുപോയതെന്നും വെനസ്വേല സർക്കാർ പറഞ്ഞു. ഇനി ഒരിക്കലും ഞങ്ങൾ ഏതെങ്കിലും സാമ്രാജ്യത്വത്തിൻ്റെ കോളനി ആവില്ല എന്നാണ് ഡെൽസി പറഞ്ഞത്. പക്ഷേ അത് എത്രത്തോളം ശരിയാവുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. കാരണം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞല്ലോ, ഈ ഒരു സംഭവത്തിന് ശേഷം ട്രംപ് പറഞ്ഞു ഇനി വെനസ്വേല ഭരിക്കുന്നത് അമേരിക്കയാണ് എന്ന് പറഞ്ഞു. അതായത് അമേരിക്കയുടെ ഒരു പാവ സർക്കാർ, അമേരിക്കയെ അനുകൂലിക്കുന്ന ഒരു സർക്കാരിനെ തന്നെ വയ്ക്കുകയും ചെയ്യും. അമേരിക്കയുടെ ഒരു കോളനിയായിട്ട് തന്നെ വെനസ്വേല ഇനി കുറേ കാലമെങ്കിലും തീരുകയും ചെയ്യും. മാത്രമല്ല, വെനസ്വേലയിലെ ഏറ്റവും കൂടുതൽ എണ്ണ സമ്പത്തുള്ള ഒരു രാജ്യമാണ് വെനസ്വേല. ഒരുപക്ഷെ ലോകത്തിലെ ക്രൂഡ് ഓയിലിൻ്റെ 14 മുതൽ 18% വരെ ഉൽപ്പാദിപ്പിക്കുന്നത് വെനസ്വേലയാണ്. അവർക്കവിടെ അത് ഫിൽട്ടർ ചെയ്യാനോ അതിൻ്റെ സജ്ജീകരിക്കാനുള്ള ബാക്കി സജ്ജീകരണങ്ങളൊന്നും അതിനുള്ള സാങ്കേതിക വിദ്യ ഇല്ല എങ്കിൽ പോലും ഇത്രയും ക്രൂഡ് ഓയിലിൻ്റെ ഇതുള്ളതുകൊണ്ട് അത് അമേരിക്ക പണ്ടേ കണ്ണുവച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഈ എണ്ണയെല്ലാം അമേരിക്ക വിറ്റ് പണമാക്കും. അതാണ് അമേരിക്കയുടെ ലക്ഷ്യം. വെനസ്വേലയുടെ ഭരണം US നടത്തും. ഇടക്കാല പ്രസിഡന്റ് US താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുമെന്നും ട്രംപ് അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് ഡെൽസിയുടെ ഈ പ്രസ്താവന വന്നത്. ഞങ്ങൾ ഇനി കോളനി ആവില്ല എന്ന് ഒരു പാശ്ചാത്യരുടെയും. ഏതായാലും വെനസ്വേലയുടെ നഗര തെരുവുകൾ ഞായറാഴ്ച ശാന്തമായിരുന്നു. വെനസ്വേലയുടെ ഭരണം US നടത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചെങ്കിലും ഇതെങ്ങനെ സാധ്യമാകും എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. ശനിയാഴ്ച വൈകിട്ടാണ് മഡുറോയെ വഹിച്ചുകൊണ്ടുള്ള സൈനിക വാഹനം ന്യൂയോർക്ക് സിറ്റിക്ക് സമീപം ഇറങ്ങിയത്. തുടർന്ന് ഹെലികോപ്റ്ററിലാണ് ബ്രൂക്ലിനിലെ മെട്രോപൊളിറ്റൻ ഡിറ്റൻഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോയത്. US ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ UN രക്ഷാസമിതി ഇന്ന് ചേർന്നേക്കും. പക്ഷേ UN രക്ഷാസമിതി ഇന്ന് ചേർന്നാലും അമേരിക്കയ്ക്കെതിരെ ഒരു ചെറു വിരലനക്കാൻ ഈ UN രക്ഷാസമിതി നട്ടലോടുകൂടി തീരുമാനം എടുക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. എടുക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അമേരിക്കയുടെയും ഒരു കളിപ്പാവ തന്നെയാണ് UN സെക്രട്ടറി ജനറൽ ഗുട്ടറസ് എന്ന് പറയുന്നത്. ഈ ഗുട്ടറസ് ഇതുവരെയും ഒരു നടപടികൾക്കെതിരെയും അമേരിക്കയോ ഒന്നും ചെയ്തിട്ട് ഇതുവരെയും അമേരിക്കയ്ക്കെതിരെയോ ഇസ്രയേലിനെതിരെയോ വലിയ കാര്യമായ നടപടികളൊന്നും കൈക്കൊണ്ടിട്ടില്ല. അതുതന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ രഹസ്യം. 1990 US സേന പിടികൂടിയ പനാമയുടെ സൈനിക ഭരണാധികാരി ജനറൽ മാനുവൽ സൊറീഗ 20 വർഷമാണ് US ജയിലിൽ കിടന്നത്. അതിനുശേഷം പിന്നീട് 7 വർഷം ഫ്രഞ്ച് ജയിലിൽ അദ്ദേഹം കഴിഞ്ഞു. US സേനാക്രമണത്തിൽ മഡുറോയുടെ സുരക്ഷാ സേനയിലെ ഏറെ പേരും കൊല്ലപ്പെട്ടെന്ന് വെനസ്വേലയുടെ പ്രതിരോധ മന്ത്രി ജനറൽ വ്ളാഡിമിർ പഡ്രിനോ അറിയിച്ചു. എത്ര പേർ കൊല്ലപ്പെട്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല.
വെനസ്വേലയിൽ US നടത്തിയ കടന്നുകയറ്റത്തിൽ ഇന്ത്യ ആശങ്ക അറിയിച്ചു. അതേസമയം US നീക്കത്തെ ഇന്ത്യ അപലപിച്ചിട്ടില്ല. ഇന്ത്യ ആശങ്ക അറിയിക്കുക ചെയ്തു, പക്ഷേ അപലപിച്ചിട്ടില്ല. അപലപിക്കാത്ത കാരണം നാളെ നമുക്കൊരാവശ്യം വന്നാൽ ബംഗ്ലാദേശിലോ അല്ലെങ്കിൽ പാകിസ്ഥാനിലോ ഇതേ നടപടി ഇന്ത്യക്ക് കൈക്കൊള്ളേണ്ടി വന്നാൽ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം നരേന്ദ്രമോദി പരസ്യമായി അപലപിക്കാത്തത്. എങ്കിലും ഈ മേഖലയിൽ ശാന്തത കൈവരണമെന്നും സമാധാനം ചർച്ചകളിലൂടെ വരുത്തണമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. അതിനുള്ള ആശങ്ക, ഇങ്ങനെ ഉണ്ടായ സംഭവത്തിലുള്ള ആശങ്ക പങ്കുവയ്ക്കുകയും ചെയ്തു. എന്നാൽ US മുൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് പറഞ്ഞത് ട്രംപിനെ എതിർത്തുകൊണ്ടാണ്. അതായത് ട്രംപിൻ്റെ നടപടി അമേരിക്കയെ കൂടുതൽ സുരക്ഷിതമോ ശക്തമോ ആക്കുന്നില്ല. മഡുറോ ക്രൂരനും ഏകാധിപതിയുമാണ് എന്നതുകൊണ്ട് ഈ നടപടി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല, അന്യായവും അവിവേകവും അല്ലാതാകുന്നില്ല എന്നാണ് കമല ഹാരിസ് പറഞ്ഞത്. അങ്ങനെ ലോകം മുഴുവൻ ട്രംപിനെതിരെ നീങ്ങുമ്പോഴും പറയുമ്പോഴും ട്രംപിനെ എതിരെ നേരിട്ട് പുറത്തു വന്ന് ഒരു വാക്ക് പറയാനോ അതിനെ പരസ്യമായി എതിർക്കാനോ ഒരു രാജ്യങ്ങളും വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആകെക്കൂടി ട്രംപിനെ അനുകൂലിച്ച് പരസ്യമായി പ്രസ്താവന ഇറക്കിയത് യുക്രൈനാണ്. കാരണം യുക്രൈൻ അങ്ങനെ ചെയ്യുമല്ലോ. കാരണം യുക്രൈൻ ട്രംപ് വിളിച്ച് യുദ്ധത്തിനിറക്കി. ഇപ്പോൾ യുക്രൈനെ ട്രംപ് വിരട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എന്നിട്ടും ട്രംപിൻ്റെ എന്തെങ്കിലും ഒരു ആനുകൂല്യം ഉണ്ടാവട്ടെ എന്ന് കരുതി യുക്രൈൻ പറഞ്ഞു. അതെ, ഏകാധിപതികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ട്രംപിന് നന്നായിട്ട് അറിയാം. അതാണിപ്പോൾ സംഭവിച്ചത്. അതിനെ അനുകൂലിക്കുന്നു, അമേരിക്കയുടെ എല്ലാ നിലപാടും അനുകൂലിക്കുന്നു എന്നാണ് യുക്രൈൻ പറഞ്ഞത്. അതായത് ഏകാധിപതികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാമെന്ന് യുക്രൈൻ പറഞ്ഞതിലൂടെ, നമ്മുടെ വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞതിലൂടെ, റഷ്യൻ പ്രസിഡന്റ് പുടിനും ഏകാധിപതിയാണല്ലോ. അപ്പോൾ പുടിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാം. അത് ചിന്തിച്ചില്ലെങ്കിൽ അമേരിക്ക ചിന്തിച്ചോളൂ, പുടിനെയും കൂടെ കൈകാര്യം ചെയ്യൂ എന്ന് മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് വെറുതെ സപ്പോർട്ട് ചെയ്തതാണ് ഈ വ്ളാഡിമിർ സെലൻസ്കി. എന്തായാലും ഇതൊരു ലോകത്തിനെ ആകെ വഴിതെറ്റിക്കുന്ന ഒരു സ്വഭാവമാണ് അമേരിക്ക കാണിച്ചിരിക്കുന്നത്. ഇതിനെതിരെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഇതിനെതിരെ ലോകരാജ്യങ്ങൾ ഒന്നിക്കണം. ഇതിനെതിരെ ഒരു സംഘം ലോകരാജ്യങ്ങളും ഒരുമിക്കുകയും ഇതിനെതിരെ എതിർക്കുകയും, അമേരിക്കയ്ക്ക് എതിരെ യുദ്ധമല്ല, പക്ഷേ പകരം അമേരിക്കയുടെ എതിർചേരിയിൽ ഇത്രയും രാജ്യങ്ങളുണ്ട്, ഇത് കാണിക്കുന്നത് ശരിയല്ല, ഒരു രാജ്യത്തും കടന്നു കയറി അങ്ങനെ ഒരു കേസുണ്ടെങ്കിൽ അവിടെ വിചാരണ ചെയ്യണം, അല്ലെങ്കിൽ നോട്ടീസ് പുറപ്പെടുവിക്കണം, അമേരിക്കയിൽ വന്നാൽ അറസ്റ്റ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ സാധാരണ ചെയ്യാറുള്ളത്. പക്ഷേ അതിന് പകരം ഒരു രാജ്യത്ത് കടന്നു കയറി, അതും 5 കൊല്ലം മുമ്പുള്ള ഒരു മയക്കുമരുന്ന് കേസിൻ്റെ ഒരു ചുവട് പിടിച്ചുകൊണ്ട് ഒരു കടന്നു കയറി ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റ്, അത് എത്ര ക്രൂരനോ നിന്ദ്യനോ അല്ലെങ്കിൽ എത്ര തെറ്റുള്ളവനാവട്ടെ, അങ്ങനെയാണെങ്കിൽ അത് അവിടുത്തെ ജനങ്ങൾ നോക്കിക്കോളും. നീ ഭരണം മാറ്റുകയോ അല്ലെങ്കിൽ സമരത്തിനിറങ്ങുകയോ അവർ ചെയ്തുകൊള്ളും. പക്ഷെ അല്ലാതെ മറ്റൊരു രാജ്യത്തുനിന്ന് വന്ന് കടന്നു കയറി പ്രസിഡന്റിനെയും ഭാര്യയും തട്ടിക്കൊണ്ടു പോകുക അർദ്ധരാത്രി എന്ന് പറഞ്ഞത് അത് ശരിയായ നടപടിക്രമമല്ല. അത് ഒരിക്കലും ലോകത്തെ ഒരു രാജ്യവും എത്ര ഹീനമായ ശത്രു രാജ്യത്തായാലും പോലും അത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ട്രംപിൻ്റെ ഈ നടപടി തീർത്തും അപലപനീയമാണ്. ട്രംപിനെതിരെ ശക്തമായ ഒരു ലോകക്രമം ഉണ്ടായില്ലെങ്കിൽ ഇനി അടുത്തത് ട്രംപ് പറഞ്ഞു വച്ചിട്ടുണ്ട്, അടുത്തത് ഇതുപോലെ കൊളംബിയ, ക്യൂബ, മെക്സിക്കോ തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ ട്രംപ് ഇതേ നയം പയറ്റും. അപ്പോൾ അത് ലോകരാജ്യങ്ങൾക്ക് ഒരുപക്ഷെ ഇന്ത്യക്കെതിരെ എന്ത് ചെയ്യുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ചെറുവിരൽ അനക്കുന്ന മുമ്പേ ട്രംപ് പലവട്ടം ആലോചിക്കും. ഇന്ത്യക്കും റഷ്യയ്ക്കും എതിരെ ചെയ്യുന്ന മുമ്പേ ട്രംപ് ആലോചിക്കാനാണ് സാധ്യത. ഇല്ലെങ്കിൽ ട്രംപ് ചിലപ്പോൾ പണി വാങ്ങിയേക്കാം എന്ന് ഒരു തോന്നലുണ്ടാവും. എന്തായാലും ഇതിനെതിരെ നിൽക്കുന്ന രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് വരേണ്ട സമയമാണ്. ഇത് ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല. ഇന്ന് വെനസ്വേലയിൽ അനുഭവിച്ചത് നാളെ ചൈനയിലോ റഷ്യയിലോ ഇന്ത്യയിലോ ലോകത്തെ ഏത് രാജ്യത്തും അമേരിക്ക ഇതുപോലെ കാടത്തം കാണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ അത് ഒരിക്കലും അനുവദിക്കരുത് എന്നുള്ള ഒരു ചിന്തയോടുകൂടി നമുക്ക് മറ്റൊരു ന്യൂസുമായി കാണാം. നന്ദി, നമസ്കാരം.